ജനപ്രതിനിധികൾക്ക് പോലീസും മറ്റ് സേനാംഗങ്ങളും നൽകുന്ന സല്യൂട്ട് നിർത്തണമെന്ന് എം വിൻസെന്റ് MLA. നിയമസഭയിൽ സബ്മിഷനായാണ് എം വിൻസെന്റ് ഇക്കാര്യം ഉന്നയിച്ചത്. സല്യൂട്ട് കിട്ടിയില്ലെങ്കിൽ ജനപ്രതിനിധികൾ കലഹിക്കുന്ന സംഭവം ഉണ്ടാകുന്നുവെന്നും കേരളം മാതൃക സൃഷ്ടിക്കണമെന്നും എം വിൻസെന്റ് ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രിക്ക് നൽകിയ സബ്മിഷന് അനുമതി നൽകിയില്ല. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് തൃശൂർ മേയറുടെ ഒരു നടപടി നിലപാടുമൊക്കെ ആയിരുന്നു. ഇതിന്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണോ ഇങ്ങനൊരു സബ്മിഷനുള്ള ശ്രമം നടന്നത്? തീർച്ചയായും ഇക്കാര്യങ്ങളെല്ലാം പരാമർശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് കോവളം MLA എം വിൻസെന്റ് ഇത്തരം ഒരു സബ്മിഷന് അനുമതി തേടിയത്. മുഖ്യമന്ത്രിയാണ് ഈ സബ്മിഷന് മറുപടി നൽകേണ്ടി വരുന്നതും. കാരണം സേനാ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. പക്ഷേ ഇത് സബ്മിഷനായി അവതരിപ്പിക്കാൻ നിയമസഭയിൽ അനുമതി ലഭിച്ചില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ സമീപകാലങ്ങളിൽ അവതരിപ്പിച്ച സബ്മിഷനുകളിൽ ക്രിയാത്മകമായ ഒരു നിർദ്ദേശമായിരുന്നു എം വിൻസെന്റ് MLA മുന്നോട്ട് വെച്ചത്. കാരണം ഈ ജനപ്രതിനിധികൾക്ക് സേനാ അംഗങ്ങളും പോലീസുകാരും സല്യൂട്ട് നൽകുന്നത്, ആ കീഴ്വഴക്കം ഒഴിവാക്കണം. ഇത്തരത്തിൽ സല്യൂട്ട് നൽകുമ്പോൾ ഈ ജനപ്രതിനിധികൾ ഞങ്ങളെന്തോ വലിയ ആളുകളാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു രീതിയുണ്ട്. പലപ്പോഴും സല്യൂട്ട് ലഭിക്കാത്തതിനാൽ കലഹിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യമെല്ലാം മുൻകൂട്ടി കണ്ട് സംസ്ഥാന മാതൃകാപരമായ നിലപാട് സ്വീകരിക്കണമെന്നായിരുന്നു സബ്മിഷന്റെ നോട്ടിൽ സമർപ്പിച്ച നോട്ടിൽ എം വിൻസെന്റ് MLA ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ സബ്മിഷൻ അനുവദിച്ചില്ല. ഇന്ന് 37 സബ്മിഷനുകൾ ഉണ്ടായിരുന്നു. ഈ 37 സബ്മിഷനുകൾ ഉണ്ടായിട്ടും ഇത്തരമൊരു സബ്മിഷന്റെ നോട്ടീസ് നൽകിയിട്ട് അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും സഭയിൽ വിഷയം പരിഗണിച്ചില്ല. സബ്മിഷൻ നോട്ട് സഭയിൽ സമർപ്പിച്ചെങ്കിലും 18-ാം തീയതി സമർപ്പിച്ചെങ്കിലും ഇത് അംഗീകരിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.